സുപ്രഭാതം സുപ്രഭാതം. പുലർച്ചെ 4 മണിക്ക് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ വരെ ഒന്ന് പോകുവാണ്. തൃശ്ശൂർ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ച് പോവാണ്. അങ്ങനെ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരൊക്കെ ആയിട്ടാണ് നമ്മൾ പോയേക്കുന്നത്. അങ്ങനെ നമ്മൾ വെളുപ്പിനെ ആ തണുപ്പത്ത് നമ്മൾ തൃശ്ശൂർ എഴുത്തേക്കുവാണ്. നമ്മൾ മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് അങ്ങ് ഇറങ്ങി. ആൻഡ് ഈ ആടിനെ കണ്ടിട്ട് ആട് ജീവിതത്തിലെ കറക്റ്റ് ആ ഒരു മൂവിയൊക്കെ നമുക്ക് മനസ്സിലായി വരും. ആൻഡ് ബൈ ദ ബൈ എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം കാണും. എനിക്ക് ചെറുതായിട്ടൊന്നും ജലദോഷം പിടിച്ചാണ്. അങ്ങനെ എല്ലാവരും മുഖമൊക്കെ കഴുകി അങ്ങനെ നേരെ അമ്പലത്തിനങ്ങോട്ട് പോവാണ്. തണുത്ത് വിറച്ചിട്ട് ആ തണുപ്പത്താണ് നമ്മൾ ഈ നടക്കുന്നതെന്നൊന്ന് ആലോചിക്കണം നിങ്ങൾ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ടൊക്കെ കയറി. ഞാൻ ആദ്യമായിട്ടാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോണത്. തൃശ്ശൂർ ചേച്ചി കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്ത് കയറി. നമ്മൾ ഈ വീട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അവിടെ ഇടണമെന്നുള്ളൊരു ഇതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മണ്ണെടുക്കാൻ മറന്നു ഗൈസ്. അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ കണ്ടത് എല്ലാവരും തൊഴുതങ്ങ് ഇറങ്ങി. ഞാനവിടെ തൊഴുതിട്ട് പുറത്ത് നിന്ന് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഈ പ്രാവൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. ഏതൊരു മാജിക്കൽ വേൾഡിൽ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു ഗൈസ്. ഭയങ്കര പീസായിരുന്നു. നമുക്ക് അല്ലെങ്കിലും അങ്ങനെ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ. അങ്ങനെ അതൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് ഈ ഒരു ചേട്ടൻ ആ സംഭവം പക്ഷെ വാളല്ല ലൈൻ പറഞ്ഞ ആ സംഭവം കൊണ്ട് വലം വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തലയുടെ മേളിൽ കൂടെ ലൈൻ പോകുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ചേട്ടൻ ഒരു റൗണ്ടൊക്കെ വെക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഗൈസ്. അതാണ് ഞാൻ ഇങ്ങനെ പറയണത്. അങ്ങനെ അതൊക്കെ കണ്ട് ചേച്ചി അവസാനം തൃശ്ശൂരിൽ നിന്ന് അവളുടെ അടുത്തായിരുന്നു 3/4 മണിക്കൂറുള്ള അവിടുന്ന് അവൾ വന്നു, അമ്പലത്തിൽ വന്നു. അങ്ങനെ അവളും തൊഴുതിട്ട് പോവാറൊക്കെയായി. അങ്ങനെ നമ്മളെ തൊഴുത് ഇറങ്ങുവാണ്. അടുത്ത നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അമ്പലം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എനിക്ക് അമ്പലത്തിൻ്റെ പേര് മറന്നു ഗൈസ്. നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും. അങ്ങനെ ദിസ് ഇസ് അസ്, ഇതാണ് ഞങ്ങൾ. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും അമ്മ ഇങ്ങനെ ചിരിക്കും. അപ്പോൾ നമുക്ക് ഗൈസ് എന്താ ഒരു വ്യൂ, എന്താ ഒരു പീസ്ഫുൾനെസ്. ഞാൻ ചെരുപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആർച്ചിൻ്റെ അടി കൊണ്ടിട്ടേക്കുന്നു. എടുക്കാൻ എന്തൊരു പാടായിരുന്നു. എന്തായാലും ചെരുപ്പ് പോയിട്ടില്ല, അതുകൊണ്ടൊരു സന്തോഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങാൻ പോയപ്പോഴാണ് അവിടെ സൈഡിലുള്ള ഒരു ഇതും കൂടെ തൊഴാനുണ്ടായത്. നമ്മളത് മറന്നുപോയി. അങ്ങനെ അതൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മളതേ ഇറങ്ങി. അങ്ങനെ അവൾ തിരിച്ചു പോയി. നമ്മളതേ നേരെ ട്രാവലറിൽ പിന്നെയും കയറിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനത്തെ അതിൻ്റെ പോകുന്ന വഴിക്ക് നമ്മൾ ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒട്ടുപ്പുര അങ്ങനെ എന്ത് പറഞ്ഞൊരു പേരായിരുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ വണ്ടി ഗൈസ്. എന്നാ ഒരു ചന്തമാണല്ലേ, ചന്തം. അങ്ങനെ അമ്മ എന്തൊക്കെയോ റവദോശ അങ്ങനെ എന്തോ ഓർഡർ ചെയ്ത്. ഞാൻ ഈ നെയ്യുടെ ഇഡലി സംതിങ് പൊടി ഇഡലി അത് ആദ്യമായിട്ട് കഴിച്ച് അടിപൊളി സാധനം. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത അമ്പലത്തിലോട്ട് പോയേക്കുന്നു. ഈ അമ്പലത്തിൻ്റെ പേര് എനിക്കറിയാം. അപ്പോൾ തൃശ്ശൂരുള്ള ആർക്കെങ്കിലും ഈ അമ്പലം അറിയാമെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ പാട്ട് വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.